ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആനന്ദിനോട് മീനാക്ഷി വന്ന് സംസാരിക്കാനാട്ടോ നമ്മുടെ ദേവിയെക്കുറിച്ചിട്ടേ. പാവമല്ലേ ദേവിയെടുത്തി നമ്മൾ മനസ്സിലാക്കണ്ടേ ഏട്ടാ എന്ന് ചോദിക്കുമ്പോൾ ആനന്ദ് പറയണം, അവൾക്ക് വക്കാലത്തുമായിട്ട് നീ വന്നതാണോ മീനാക്ഷി? അല്ല ആനന്ദേട്ടാ, ചില കാര്യങ്ങൾ എനിക്ക് ആനന്ദേട്ടനുമായിട്ട് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. എത്രയൊക്കെ ആയാലും ദേവിയെടുത്തി നമ്മളെ ചതിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ്. ദേവിയെടുത്തി ഞാൻ ന്യായീകരിക്കുന്നുമില്ല, തെറ്റ് തന്നെയാണ് ചെയ്തത്. പക്ഷേ അത് അവരുടെ അച്ഛനും അമ്മയും കൂടെ ചെയ്ത ഓരോ നാടകമാണ്. അതിൽ പാവം പിടിച്ച ദേവിയെടുത്തി പെട്ടുപോയതല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഒന്നിനും ഇതേ ഒന്നായി കള്ളങ്ങൾ പറഞ്ഞ് വന്നപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പറ്റിപ്പോയതാ. പക്ഷേ ദേവിയെടുത്തി ഇവിടെ വന്നതിന് ശേഷം നമ്മളോടൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹം കാണിച്ചുകൊണ്ടിരുന്നത്. നമ്മളോടൊന്നും ഒരു കള്ളത്തരവും പിന്നീട് കാണിച്ചിട്ടില്ലല്ലോ ചേച്ചി. മീനാക്ഷി, നിനക്കിതൊക്കെ പറയാം, പക്ഷേ ഇതൊക്കെ എത്രത്തോളം അനുഭവിക്കുന്ന എൻ്റെ മനസ്സ് നീ മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെയല്ല, സ്വന്തം മകളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ അവർ ചെയ്തു, തെറ്റ് തന്നെയാണ്. പക്ഷേ ഏട്ടാ, നമ്മൾ ദേവിയെടുത്തിയുടെ ഭാഗത്തു നിന്നൊന്ന് നോക്കണ്ടേ? സ്വന്തം മകളെ നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെയൊക്കെയുള്ള കള്ളങ്ങൾ പറഞ്ഞല്ലേ. പക്ഷേ ഞാനോ, എൻ്റെ മനസ്സ് കാണാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ എന്തുമാത്രം മാനസികമായി പ്രയാസപ്പെട്ടെന്നറിയോ മീനാക്ഷി? നിനക്കൊരു കാര്യം അറിയോ? ഇവളുടെ ഈ കള്ളത്തരങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു, എല്ലാം മനസ്സിലാക്കി. എന്നിട്ടും അവളുടെ കൂടെ ഒരേ മുറിയിൽ ഇവിടെ ജീവിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ സാധിക്കുന്ന ഒരു കാര്യമാണോ? ആരെക്കൊണ്ടെങ്കിലും സാധിക്കുമോ? എന്നിട്ടും ഞാനെല്ലാം ക്ഷമ കൊടുത്ത് അത് സാധിച്ചെടുത്തില്ലേ? അപ്പോൾ ഞാൻ എത്രമാത്രം ഉരുകിയാണ് ഈ വീട്ടിൽ താമസിച്ചതെന്ന് എനിക്കറിയോ? പിന്നെ ഇവളെ വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നല്ലോ, ഞാൻ അവളെ എങ്ങനെയാണ് നോക്കിയത്? പൊന്നുപോലെ എൻ്റെ കയ്യിൽ വെള്ളയിൽ വെച്ചല്ലേ ഞാൻ അവളെ നോക്കിയത്. അപ്പോഴെങ്കിലും അവൾക്ക് നമ്മൾ ഒരുമിച്ച് ഉറങ്ങുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതും ഈ മുറിക്കകത്ത് എന്നോടൊരു വാക്ക് അവൾക്ക് എന്നോട് പറയായിരുന്നോ? എന്നിട്ട് അവളും അച്ഛനും അമ്മയും ചേർന്ന് ഈ ചതിയും വഞ്ചനയും ഓരോ ദിവസവും ഓരോ കള്ളത്തരങ്ങൾ കാട്ടിക്കൂട്ടുമ്പോഴൊക്കെ ഞാനും എൻ്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെല്ലാവരും കോമാളികളായി പൊയ്ക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഇതൊന്നും അറിയാതെ അവളെ വിശ്വസിച്ചും സ്നേഹിച്ചും പാവൻ്റെ അച്ഛൻ മനസ്സ് തകർന്ന്, എൻ്റെ അമ്മ. ഇതൊക്കെ ആലോചിച്ച് നോക്ക് മീനാക്ഷി. ശരിയാണ് ആനന്ദേട്ടാ, നമുക്കതൊന്നും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ദേവിയെടുത്തിക്ക് ഒരവസരം കൊടുത്തുകൂടെ? അതൊന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം ഭാര്യയെ ജീവന തുല്യം സ്നേഹിച്ച് നാട്ടുകാരോടും കാണുന്ന കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്നതാ. എല്ലാവരും ദേവിയെ പോലെ ആകണം, ദേവി എൻ്റെ ജീവനാണ്, അവൾക്ക് ഞാനെന്ന് പറഞ്ഞാലും ജീവനാണ്. അവൾ എൻ്റെ വീട്ടിൽ നിങ്ങളോട്, ആ മീനാക്ഷിയോടും പിന്നെ മിത്രയോടും മറ്റെൻ്റെ അനിയന്മാരോടൊക്കെ അവൾ കാണിക്കുന്ന സ്നേഹമില്ലേ, അത് കാണുമ്പോൾ എനിക്ക് അഭിമാനമായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത്. പുറത്തുനിന്ന് വന്ന ഒരാൾ അവൾ എൻ്റെ സഹോദരങ്ങളെ, അമ്മയും അച്ഛനെയൊക്കെ സ്വന്തം പോലെ സ്നേഹിക്കുന്നു. പിന്നെ ഇതിൽ കൂടുതൽ ഒരു ഭാഗ്യം ഒരു ഭർത്താവിന് വേണോ? അങ്ങനെ അഹങ്കരിച്ച് നടന്നവനാ ഞാൻ, അറിയോ? പിന്നെ അവളെ ഞാൻ എന്താണ് ഞാൻ പറയേണ്ടത് എനിക്കറിയില്ല മീനാക്ഷി, എന്നാലും ഞാൻ പറയാം. അവളെ ഞാൻ അത്രത്തോളം സ്നേഹിച്ച് കൊണ്ട് നടന്നതാണ്. ആർക്കും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. എൻ്റെ കൂട്ടുകാരോടും ഒക്കെ ഞാൻ അവളെക്കുറിച്ച് പൊക്കി പറയുമ്പോൾ മറ്റുള്ളവരുടെ, അതും എൻ്റെ കൂട്ടുകാരൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവളുടെ കള്ളത്തരം, സ്വന്തം ഭാര്യയുടെ ഈ ഒരു കള്ളത്തരം പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചാലേ ആ നിമിഷം ഉരുകി താന്നു പോവും ഞാൻ. എന്നെക്കുറിച്ച് ഓർത്ത് നോക്ക്. മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാവരുടെയും ഞാൻ എന്താവണമെന്ന് എനിക്ക് അന്നത്തെ അവസ്ഥ പറഞ്ഞാൽ അത് മീനാക്ഷിക്ക് മനസ്സിലാവില്ല ഞാൻ എങ്ങനെയായിരുന്നു അന്നത്തെ അവസ്ഥയെന്ന്. ഇത്രയൊക്കെ ഭാര്യയെക്കുറിച്ച് ഉയർത്തി പറഞ്ഞുകൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം സ്വന്തം ഭർത്താവിനെയൊക്കെ വഞ്ചിക്കുന്ന ഒരാളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവസ്ഥയെ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. ഞാൻ അത്രത്തോളം അനുഭവിച്ചു കഴിഞ്ഞു. അവളെ ഞാൻ അങ്ങനെയാണോ കൊണ്ടു നടന്നത്? പറ, എന്തുമാത്രം സ്നേഹത്തോടു കൂടിയാണ് ഞാൻ അവളെ കൊണ്ടു നടന്നത്. ഈ വീട്ടിലെ ഞാൻ എപ്പോഴും ആലോചിക്കും, ഇത്രയും വലിയ ബിസിനസ്സുകാരനായ ഒരു ഉദയഭാനു എന്ന് പറഞ്ഞ അയാളുടെ മകള് ദേവി ഇത്രയും പണക്കാരിയായിട്ട് ജീവിച്ചു. പക്ഷെ നമ്മളെ കുടുംബത്തിൽ വന്നപ്പോഴോ ഇവൾ എത്ര സാധാരണക്കാരിയായിട്ട് എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരോടും പാചകങ്ങൾ ചെയ്യുന്നു, എല്ലാവരെയും സ്വന്തം പോലെ സ്നേഹിക്കുന്നു. എനിക്ക് ദേവിയുടെ അഭിമാനവും മതിപ്പും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന നിമിഷങ്ങളുണ്ട്, അറിയോ? പക്ഷേ അവളുടെ ഉള്ളിൽ അവളും അവളുടെ അച്ഛനും അമ്മയും ചേർന്ന് ഞങ്ങളെ കരുവാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നാലും ഏട്ടാ, ഇതൊക്കെ അറിഞ്ഞ സമയം എനിക്കും ഇതൊന്നും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ല. ശരി തന്നെയാണ്. പക്ഷേ ആനന്ദേട്ടൻ ഒരു കാര്യം ഓർക്കണം, പാവം ദേവിയെടുത്തി പാവമാണ്. ദേവിയേട്ടത്തിൻ്റെ ജീവിതം ആനന്ദേട്ടനില്ലാതെ പറ്റില്ല. അതുകൊണ്ട് എന്താ പറയണത്? അപ്പോൾ മീനാക്ഷി എന്താ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല, ഒരൊറ്റ അവസരം ദേവിയെടുത്തി കൊടുക്കണം. ഇനിയെങ്കിലും കള്ളവും വഞ്ചനയും ഒന്നുമില്ലാതെ നമ്മളെ കൂടെ നമ്മളായിട്ട് ജീവിക്കാൻ ദേവിയെടുത്തിക്കൊരു അവസരം കൊടുക്കാതെ നമ്മൾ മാറി നിന്ന് കുറ്റം പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? ഇനി ചേച്ചി ഇതെന്തെങ്കിലും തെറ്റ് ചെയ്യോ ഇല്ലെന്ന് നമുക്ക് അപ്പോഴറിയാമല്ലോ. ആ സമയത്ത് ശിക്ഷ കൊടുത്താൽ പോരെ? ഒരു കാര്യം ചെയ്യും മീനാക്ഷി,
ഇനി ഈ ജീവിതത്തിൽ എനിക്ക് ദേവിയായിട്ട് ഒത്തൊരുമിച്ച് പോകാൻ കഴിയില്ല, അത് ഉറപ്പാണ്, അതിനൊരു മാറ്റമില്ല. പക്ഷെ ആനന്ദേട്ട, ജീവിതമാണ്, ആലോചിക്കണം. ഒരു കാര്യം ചെയ് മീനാക്ഷി, ഇത്രയും സമയമായില്ലേ, ചെന്ന് കിടന്ന് ഉറങ്ങുക എന്നും പറഞ്ഞ് മീനാക്ഷിനെ പറഞ്ഞു വിടുക. മീനാക്ഷി ചോദിക്കുന്നുണ്ട്, എന്താ ആനന്ദേട്ടാ, ഞാനിതൊക്കെ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതോടെ എന്നെ മനഃപൂർവ്വം പറഞ്ഞേക്കുന്നതാണോ? അതൊന്നുമല്ല, നീ പൊക്ക. അങ്ങനെ മീനാക്ഷിനെ അവിടുന്ന് പറഞ്ഞു വിടുക കേട്ടോ. എന്നിട്ട് ആനന്ദ് വല്ലാത്തൊരവസ്ഥയിൽ അവിടെ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ദേവിയുടെ വീട്ടിൽ രാവിലെ തന്നെ ഉദയഭാനുവിൻ്റെ അടുത്തൊരു പത്രം വാങ്ങി വരാൻ പറയുന്നുണ്ട്. ഉദയഭാനു പത്രമൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് ആവേശത്തോടു കൂടി തുറന്ന് നോക്കുമ്പോൾ ആകെ നിരാശ ആയി പോവുകയാണ് ദേവിക്ക്. എന്താടി മോളെ, ലോട്ടറി വല്ല നീ എടുക്കാറുണ്ടോ ഇപ്പോൾ? അത് അടിച്ചോ നോക്കുന്നതാണോ? ഒന്നും മിണ്ടാതിരുന്നേ അച്ഛാ, ഞാൻ ജോലിയുടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടാകാൻ നോക്കുന്നതാ. ഒന്നുമില്ല. അപ്പം ഇതിനകത്ത് ഒത്തിരി വേക്കൻസീസ് ഉണ്ട്, പക്ഷേ എല്ലാം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. 10ാം ക്ലാസ് വരെ പഠിച്ച എനിക്ക് എന്ത് ജോലി കിട്ടാനായി ഈശ്വര, എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയായിരുന്നെങ്കിൽ. എടി മോളെ, ഞാൻ ഓരോ കമ്പനികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും അവിടെയും ജോലി പ്രശ്നം തന്നെയാ എന്നും പറഞ്ഞ് ഉദയഭാനു അങ്ങോട്ട് തുടങ്ങി. അച്ഛാ, ഓ എൻ്റെ മോളെ, ഞാനിങ്ങനെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് നടന്നതുകൊണ്ടേ അതൊന്നും പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോകുന്നില്ല, അത് ഓർത്തിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ എടി, നീ ജോലിക്കൊന്നും പോകണ്ട, ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ ചിലവ് കഴിച്ചോളാം. എവിടുന്ന് കഴിച്ചോളാം? വല്ലയിടത്തുനിന്ന് മോഷ്ടിച്ചും കട്ടെടുത്തും കൊണ്ടുവാണോ എന്നും പറഞ്ഞ് ദേവി അങ്ങോട്ട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അച്ഛനെ. അങ്ങനെയല്ല മോളെ. അതെല്ലാം കേട്ടും കൊണ്ട് ശ്രീകല ഇങ്ങോട്ട് വരുക. എന്താ ഇവിടെ ജോലിക്കാര്യം പറയുന്നത്? എടി, അവളെവിടെയെങ്കിലും ജോലിക്ക് പോകാൻ നോക്കുകയാണ്. ആര്, ദേവിയോ? എന്തിനാ നീ ഇപ്പോൾ ജോലിക്ക് പോകുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓ, ഇവിടെ അച്ഛൻ പോകുന്നുണ്ട്, തൽക്കാലം കുടുംബത്തിലെ ചിലവൊക്കെ നോക്കാൻ അച്ഛനറിയാം. അത് ശരി, അച്ഛൻ എവിടെന്നെങ്കിലും കട്ടോ എന്ന് മോഷ്ടിച്ചൊക്കെ കൊണ്ടുവരുന്നത് അത് മതിയെന്നാണോ അമ്മ പറയണല്ലേ? എടി, നീ ഒന്നും മിണ്ടാതിരിക്കുക. അമ്മേ, എൻ്റെ ചിലവിനുള്ളതെങ്കിലും എനിക്ക് കണ്ടെത്തിയേ പറ്റൂ. ഇങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റത്തില്ല എനിക്ക് ഒറ്റയ്ക്ക്. എനിക്ക് പോകണം ജോലിക്ക്. ഞാൻ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കും. ദേവി, നീ ഒന്ന് അടങ്ങ്. ഇപ്പം നീ ഒരിടത്തും പോകണ്ട. നിന്നെ ആ ദേവമംഗലത്തിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കകം അവിടെ നിന്നെ ഞാൻ കയറ്റുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. ആര് പറഞ്ഞു നടക്കില്ലാന്ന്? നീ നോക്കിക്കോ. നിന്നെ പറഞ്ഞേച്ച ആനന്ദ് തന്നെ നിന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാൻ വരും. എനിക്കത് ഉറപ്പാണ്. അമ്മയുടെ ഉറപ്പ് അമ്മയുടെ കയ്യിൽ ഇരിക്കത്തേ ഉള്ളൂ. ആനന്ദേട്ടനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കലും ആനന്ദേട്ടൻ അമ്മയുടെ മോളെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് ദേവിയും അമ്മയോട് പറയാട്ടോ. പക്ഷേ ശ്രീകല വിട്ടുകൊടുക്കുന്നില്ല. നമുക്ക് നോക്കാം. ഞാനൊരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്, അതിലപ്പുറം ഒന്നും ഇല്ലടി. ഞാൻ കാണിച്ചു കൊടുക്കാം ഒരാഴ്ചയ്ക്കകം അവൻ ഈ നടയിൽ വരുന്നത് എന്നും പറഞ്ഞ് അമ്മയും മോളും കൂടെ മത്സരിച്ചങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ്. അന്ന് രാത്രി ആര്യനും നമ്മുടെ മിത്രയും കൂടെ വല്ലാതെ വിഷമത്തിൽ, മിത്ര നല്ല സങ്കടത്തിലാട്ടോ. കാരണം മീനാക്ഷി ആനന്ദുമായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ മിത്രയോട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ആര്യനോട് പറയാം. അത് വേറൊന്നും അല്ല ആര്യ, എൻ്റെ മനസ്സിൽ ചെറിയ വിഷമമുണ്ട്. ഇന്ന് മീനാക്ഷി ചേച്ചി ആനന്ദേട്ടനോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഏട്ടത്തെക്കുറിച്ച്. പക്ഷെ അതിനൊന്നും അത്രയ്ക്ക് ചെവി കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോഴേ പാവം, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആനന്ദേട്ടന് ഇങ്ങനെ പോയ ദേവിയെടുത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, മിത്രേ, നമ്മൾ പറയും പോലെ എല്ലാ കാര്യങ്ങൾ എനിക്ക് ആനന്ദേട്ടനോട് പോയി സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ഇത്രയൊക്കെ ചതിയും വഞ്ചനയൊക്കെ ചെയ്ത് പെട്ടെന്ന് ഒരു ദിവസം സ്വന്തം ഭാര്യ ഇത്രയും സ്നേഹിച്ചിട്ടും ഭാര്യയിൽ നിന്നൊരു ചതി പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ മനസ്സ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കത് പറഞ്ഞു തിരുത്താൻ പറ്റുമോ? അത് അനുഭവിക്കുന്നവർക്കേ അറിയൂ അതിൻ്റെ വേദന. ആര്യം പറയുന്നത് അപ്പോൾ ആനന്ദേട്ടൻ ഏട്ടത്തെ ഉപേക്ഷിക്കട്ടെ, ഡൈവോഴ്സ് ചെയ്യട്ടെ എന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞു മിത്രേ. അങ്ങനെയല്ല, അതിന് കുറച്ച് സമയം വേണം. ആനന്ദേട്ടനാണ് അതെല്ലാം തീരുമാനിക്കേണ്ടത്. എനിക്കതൊന്നും പോയി പറയാൻ കഴിയില്ല. പിന്നെ ദേവിയെടുത്തിയോട് എനിക്ക് ദേഷ്യവും പിണക്കൊന്നുമില്ല. ഏട്ടത്തി വന്നാൽ സന്തോഷം തന്നെയാണ്. അതൊക്കെ തീരുമാനിക്കേണ്ട ഏട്ടനാ. എന്തായാലും നമുക്ക് വഴി അതൊക്കെ ആലോചിക്കാം. നീ ഇപ്പോൾ കിടന്ന് ഉറങ്ങ്, രാവിലെ പ്രാക്ടീസിന് പോകാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരുടെ സംസാരം അവിടെ അവസാനിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ കൃഷ്ണമംഗലത്തുള്ളവരെല്ലാവരും കുളിച്ച് റെഡിയായി അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് ഉദ്ഘാടനത്തിന് പോകാനുള്ള തിരക്കിന്മേലാണ് കേട്ടോ. അവസാന നിമിഷം അമ്മയോട് ചെന്ന് ധർമ്മൻ ഒന്നും കൂടെ ചോദിക്കുകയാണ്, അമ്മേ, ഇന്നിപ്പോൾ ഉദ്ഘാടനം നടക്കുന്ന കടയുടെ കാര്യം ദേവമംഗലത്ത് ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ അമ്മേ? ഒരു മര്യാദയല്ലേ എന്ന്. പെട്ടെന്ന് ആനന്ദൻ അവിടെ നിന്ന് കണ്ണ് കാണിക്കുക കേട്ടോ അമ്മയോട്. അതായത് പറയേണ്ട ആവശ്യമില്ല, ഇനി അമ്മ അനുവാദം കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇതും കേട്ടുകൊണ്ട് അച്യുതനും വന്നിട്ടുണ്ട്. ഇവനോട് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ലേടാ. എന്തായാലും ഉദ്ഘാടനം കഴിയുന്നത് വരെ ആരും അറിയണ്ട, അതാ ഞാൻ പറയുന്നത്. അമ്മയും അതങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ്. ഉടനെ നമ്മുടെ അലോക് വലിയ കാര്യത്തിൽ വന്നിട്ട് പറയും, കൊച്ചച്ഛനും അവരും തമ്മിലുള്ള ഇപ്പോഴത്തെ ഇരിപ്പോശം വെച്ച് ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ഇവരെല്ലാവരും കൂടെ ചേർന്ന്
ധർമ്മനെയും കൂട്ടി പോവാട്ടോ കാറിൽ കയറി. അത് നമ്മുടെ ഗോമതി മുറ്റത്ത് നിന്ന് കാണുക. ഇങ്ങനെ എല്ലാവരും കൂടെ ജാഥ പോലെ ഒരുമിച്ച് പോകുന്ന കാണുമ്പോൾ ഗോമതിക്ക് അത്ഭുതം. ഇതെന്തേ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച്? വല്ല കല്യാണവും മറ്റോ ആണോ? എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിലേ അമ്മ എന്നോട് തുറന്ന് പറയേണ്ടതാണല്ലോ. അമ്മയും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ, എവിടെ പോയതാവും എന്ന് സംശയിച്ച് നിൽക്കുക. കടയുടെ ഫ്രണ്ടിലേക്ക് ചെന്നിറങ്ങണ നമ്മുടെ ധർമ്മൻ അന്തം വിട്ട് പോവാട്ടോ. ഇന്ദിരാ സ്റ്റോറിന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വലിയ കടയൊക്കെയാണ്. ബാക്കി എല്ലാവരുടെ മുഖത്തും സന്തോഷവും ആഹ്ലാദവും ഒക്കെ തന്നെയാണ്. നമ്മുടെ ധർമ്മൻ അങ്ങോട്ട് പരിഭ്രമിച്ചു പോയി. പക്ഷേ ധർമ്മന് ഓടി വന്നിട്ട് അമ്മയോടും ഏട്ടനോടും ചോദിക്കുന്നുണ്ട്, ഇതാണോ എനിക്ക് വേണ്ടി നിങ്ങൾ കണ്ടുപിടിച്ച കട, ഇന്ദിരാ സ്റ്റോർ? അതെ, ഇത് തന്നെയാണ്. എന്താ കുഴപ്പം? ഇത് നിങ്ങൾ മനഃപൂർവ്വം എന്നെ ചതിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? എന്ത് ചതി? ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഗോമതി സ്റ്റോർ. അളിയൻ്റെ കട അവിടെ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് എന്നെക്കൊണ്ട് ഈ ഒരു കടയെ ഉദ്ഘാടനം ചെയ്യിച്ച് ഇവിടെ ഇരുത്താൻ നിങ്ങൾ വിചാരിച്ചോ? അപ്പോൾ ഉടനെ സുകന്യ ഓടി വന്ന്, എന്താ ധർമ്മേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? ധർമ്മേട്ടൻ ഇങ്ങനെയൊന്നും പറയരുത്, നമുക്ക് വേണ്ടി അച്യുതേട്ടൻ ചെയ്തു തന്നതാണ്. ഉടനെ തന്നെ നമ്മുടെ ധർമ്മൻ അങ്ങ് ദേഷ്യം വന്നു, നീ മിണ്ടി പോവരുത്. അച്ചുവേട്ടാ, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് രഹസ്യമാക്കി ഇത് വച്ചത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ? നിങ്ങളുടെ പക പോക്കണമെങ്കിൽ നിങ്ങളായിക്കോ. ഞാനും അളിയനും തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരം ഉണ്ടായിരിക്കും എന്നും പറഞ്ഞ് നെറുകേട് കാണിക്കില്ല. ഇത്രയും വർഷം ആ കടയിൽ ഉപ്പും ചോറും തിന്ന് വളർന്നവനാ ഞാൻ. അതിന് പകരം ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ കേട്ടോ. അവസാനം അച്യുതൻ പറഞ്ഞിട്ട്, ഓ നീ ഇനിയിപ്പോൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല, നീ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഇവിടെ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നേ. ഉദ്ഘാടനം ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അങ്ങ് ഉണ്ടാക്കിയ കടയില്ലേ, നിങ്ങൾ തന്നെ അങ്ങ് ഉദ്ഘാടനം ചെയ്ത് അങ്ങ് നടത്തിക്കോ. ഈ ധർമ്മനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ധർമ്മൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. അന്നേരം ഓടി വന്ന് നമ്മുടെ അലോക്, കൊച്ചച്ച പോവല്ലേ. കൊച്ചച്ചനോ? കൈവിടറാ അങ്ങോട്ട്. നിൻ്റെ കൊച്ചച്ചൻ, നിനക്ക് ഞാനൊരു കൊച്ചച്ചനാണെന്നുള്ള ബോധവും വിവരം ഉണ്ടെങ്കിലേ നീ എന്താ ചെയ്യുക? ഇതുപോലുള്ള ചതിക്ക് കൂട്ടു നിൽക്കുമോ? എന്നോട് പറയല്ലേ ചെയ്യുള്ളൂ. കൊച്ചച്ചനെന്ന് മാറി നിൽക്കടാ അങ്ങോട്ട്. ഓ, അത് കഴിഞ്ഞെടുത്ത അനന്തൻ വന്നു. ദേ ധർമ്മ, നീ എങ്ങും പോവില്ല. നീ ഇത് ഉദ്ഘാടനം ചെയ്ത് നീ ഇവിടെ തന്നെ ഇന്ന് മുതൽ ഇരിക്കണം. ഇല്ല അനന്തേട്ടാ, നിങ്ങളുടെ എല്ലാവരുടെയും ചക്കര വാക്കും പഞ്ചാര വർത്തമാനത്തിലൊന്നും വീഴില്ല ഈ ധർമ്മൻ. കുറച്ച് ദിവസമായിട്ട് ഞാനിത് കാണുന്നുണ്ട്, മതി, നിർത്തിക്കോ. പിന്നെ ഇങ്ങനൊരു ചതി നിങ്ങളെല്ലാവരും കൂടെ മറഞ്ഞിരുന്ന് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നോട് കാണിക്കല്ലേ ഇതൊന്നും എന്നും പറഞ്ഞ് ധർമ്മൻ ഒരു ഒറ്റ പോക്കങ്ങ് പോവുക. അവസാനം സുഖന് ചെന്ന് കാലി പിടിക്കും പോലെ പറയാട്ടോ, ധർമ്മേട്ടാ, നിങ്ങളിപ്പോൾ ഈ നെറുകേട് കാണിക്കുന്നത് അപ്പുറത്തെ ഗോമതി സ്റ്റോർ അളിയനാണെന്നൊക്കെ വല്ല പറയണമല്ലോ. അവരോടല്ല നിങ്ങളിപ്പോൾ നെറുകേട് കാണിക്കുന്നത്. ഇപ്പം കാണിക്കുന്നത് ഈ വീട്ടുകാരോടാണ്. ഇവരെ അവിടെ നിന്ന് അടിച്ചിറക്കിയപ്പോൾ ഇവരാ നമുക്ക് അഭയം തന്നതും നമുക്കൊരു നല്ല സ്ഥാപനം ഇട്ട് തന്നതും ഒരു ജീവിതമാർഗം കാണിച്ചു തന്നതും. എന്നിട്ട് നെറുകേട് കാണിക്കുന്നത് ഇവരാണോ? പറ. എന്നിട്ട് വീണ്ടും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തോ? ദേ സുകന്യ എന്ന് പറഞ്ഞാൽ സുകന്യയുടെ മുഖത്തൊക്കെ ഒരു രൂക്ഷ നോട്ടം നമ്മുടെ ധർമ്മൻ അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്